പെൺകുട്ടി ഗർഭചിത്രം നടത്തിയില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ എല്ലാം പഠിച്ചൊരു ക്രിമിനലാണോ രാഹുൽ എന്ന രാഷ്ട്രീയ നേതാവ്? തീർച്ചയായിട്ടും ഈ ക്രിമിനൽ എന്നതിനപ്പുറം ഇയാളൊരു സൈക്കോ ആണോ എന്നൊരു സംശയം ഇപ്പോൾ കേരളത്തിനകത്ത് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒന്നും രണ്ട് പരാതിയല്ല സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഇയാൾക്കെതിരെ വന്നിട്ടുള്ളത്. ഏതാണ്ട് 15-ലേറെ പരാതികൾ വിവിധ കാലങ്ങളിലായി. അതായത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പരാതിക്ക് മുമ്പ് തന്നെ പല പരാതികളും. ഇന്നലെ ഒരു കോൺഗ്രസ് വനിതാ നേതാവ് തന്നെ രംഗത്തെത്തി പറയുകയാണ്, അമ്മയുടെ പ്രായമുള്ള ആൾക്ക് വരെ രക്ഷയില്ല കോൺഗ്രസ്സിൽ. അപ്പോൾ ഈ വിടനെ കോൺഗ്രസ് ഇതുവരെ സംരക്ഷിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് വരുന്ന ചോദ്യം. നമ്മുടെ കേരളത്തിലൊരു മുൻ എം പിയുടെ മകളെ ആണ് ആദ്യമായിട്ട് ഇയാൾ വഴി ആധാരമാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ആ പരാതി മറ്റു പരാതികൾക്കൊപ്പം തന്നെ KPCC നേതൃത്വത്തിന് പോയതാണ്. ആ പരാതി KPCC ഒരു നടപടി സ്വീകരിച്ചില്ല. അവസാനം ആ MP AICCയെ സമീപിച്ച് AICCയുടെ സഹായത്തോടു കൂടിയാണ് ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുന്നത്. അല്ല, കേരളത്തിലെ കോൺഗ്രസ് അല്ല ഇയാളെ മാറ്റിയത്. കേരളത്തിലെ കോൺഗ്രസ് ഇയാൾക്കെതിരെ വന്ന 20ഓളം പരാതികൾ വാങ്ങി ഭരണത്ത് വയ്ക്കുകയാണ് ചെയ്തത്. ഒരു അന്വേഷണം നടത്തിയില്ലെന്ന് മാത്രമല്ല, ഒരു വിശദീകരണം പോലും ഈ വൃത്തികെട്ടവനോട് കോൺഗ്രസ് നേതൃത്വം ചോദിച്ചില്ല എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഒരു അപജയത്തിനെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയും. മറ്റൊന്ന്, ഇപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ട് 2 പരാതികളായി ഇയാൾക്കെതിരെ. നേരത്തെ കൊടുത്ത ഒരു പരാതി, അതുകൂടാതെ രണ്ടാമത് പുതിയൊരു പരാതി വന്നിട്ടുണ്ട്. മാങ്കൂട്ടാനെ കാണാനില്ല. ഈ വലിയ ക്രിമിനലുകളെ പോലെ പുള്ളി മുങ്ങി നടക്കുന്നതാണ് കേരളത്തിലെ പോലീസ് പറയുന്നത്. ഇയാൾ തിരുവനന്തപുരത്ത് വന്ന് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തു, പാലക്കാട് പല ദിവസം തങ്ങി, പക്ഷെ അവർ കണ്ടെത്താൻ കഴിയുന്നില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് പുള്ളി ഒളിവിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു MLA, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ഒളിവിലായിട്ട് വലിയ ക്രിമിനലൊന്നും അല്ലല്ലോ. പുള്ളി എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു വ്യക്തിയാണ്. കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കേരള പോലീസ് CPM-ന് വേണ്ടി വിടുപണി ചെയ്യണമെന്നാണ് മനസ്സിലാക്കുക. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം എത്തിയ ഈ സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാതിരിക്കാനായി, അല്ലെങ്കിൽ അതിനെ മുക്കാനായി ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം CPM നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുണ്ട്. വീടുകൾ കയറി വോട്ട് വയ്ക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. അതിനെ എങ്ങനെ മറികടക്കും എന്നുള്ള ചിന്തയിരിക്കുന്നപ്പോഴാണ് ഇങ്ങനൊരു അവർക്ക് വീണ് കിട്ടിയ ലോട്ടറി പോലെ ഒരു അവസരം വീണ് കിട്ടുന്നത്. അത് CPM ഭംഗിയായിട്ട് വിനിയോഗിച്ചു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇയാൾ അന്ന് തന്നെ പോലീസിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. ഈ തിരുവനന്തപുരത്ത് വന്നപ്പോഴും അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ മേലെ നിന്നുള്ള നിർദ്ദേശം, അയാളെ പിടിക്കേണ്ട നിർദ്ദേശമാണ് കൊടുത്തത്. കാരണം എന്താ, ഇത് 5-6 ദിവസം ഇങ്ങനെ ഓടട്ടെ, അയാൾ ഇങ്ങനെ പലത്ത് ഒളിച്ച് കഴിയട്ടെ, നമുക്ക് ഈ ഡിസംബർ 13 വരെ. അല്ല, ഇരയോട് അന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്യുന്നതാണ്. അതെ, മിക്കവാറും അത് നടത്തുമോ? ഒരിക്കലുമില്ല. ഇവനെപ്പോലുള്ള ഫ്രോഡുകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. അത് ഈ പറഞ്ഞ പോലെ ഈ ഇരയെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമായിട്ട് മാത്രം തന്നെ കണ്ടാൽ മതി. ഈ പല ഇത്തരത്തിലുള്ള വിടന്മാരെ കാമുമാരും നടത്തുന്ന ഒരു പ്രകടനം അയാൾ നടത്തിയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പോൾ ഈ ശബരിമല കൊള്ള എങ്ങനെയെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ തൽക്കാലത്തേക്ക് മായ്ച്ചു നിർത്തി ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യണം. കേരളത്തിലെ മാധ്യമങ്ങളും CPM-ന് വേണ്ടി വിടുപണി ഏറ്റെടുത്ത് ചെയ്തിരിക്കുകയാണ്. അവരും ഇപ്പം അല്ല, പക്ഷേ ഇത് CPM ചെയ്തതല്ലല്ലോ, ഇത് കോൺഗ്രസിന്റെ തന്നെ കഴിവുകേട് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന പീഡനവീരൻ കാരണമാണല്ലോ ഇത്രയും പ്രശ്നം. ആയിക്കോട്ടെ, സ്ത്രീ സുരക്ഷയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പരിഗണന എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് താമസം ഇയാൾ അറസ്റ്റ് ചെയ്യാൻ? ഇയാളൊരു MLA അല്ലേ? ഇയാൾ അറസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും, വലിയ ക്രിമിനലൊന്നും അല്ലല്ലോ. എവിടെ പോയാലും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സ്ത്രീ സുരക്ഷ എന്ന് വീമ്പിളക്കുന്ന CPM-ന് ഇപ്പോൾ ഇയാളെ പിടിക്കലല്ല അവർക്ക് വേണ്ടത്. തൽക്കാലം ഇയാളെ കുറേട്ട് ഓടിച്ചതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അയാളെ പിടിക്കുക. ഇതാണ് ഇപ്പോൾ CPM തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു നാടകം എന്ന് പറയുന്നത്. മറുവശത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ്സിൽ സ്ത്രീ സുരക്ഷ ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇയാൾക്കെതിരെ ഇതുവരെ നടപടി സ്വീകരിക്കാത്തത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാറ്റിയെന്നവർ അന്തസ്സോടെ പറയുന്നത് ഇവരുടെ കഴിവല്ല, അത് AICC ആണ് അയാളെ മാറ്റിയത്. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇയാളെ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് ഇയാൾ തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് ഇയാൾ പോയി. അപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇത്രയ്ക്ക് അതപ്പതിച്ചു. നേതൃത്വം പറഞ്ഞ് അനുസരിക്കാത്ത ഒരാളായി ഇയാൾ മാറുമ്പോൾ ഭയങ്കര നടപടി എടുക്കണ്ടേ? കഴിഞ്ഞ ദിവസം AICCയുടെ കോൺഗ്രസിൻ്റെ വക്താവ് ഷമാ മുഹമ്മദ് പറഞ്ഞത് ഇയാൾ അറസ്റ്റ് ചെയ്യാൻ എന്താ താമസമെന്ന് ചോദിച്ചു.
അപ്പോൾ കോൺഗ്രസിനകത്ത് സ്ത്രീകൾ ശബ്ദം വരെ തുടങ്ങിയതാണ്. ഈ KPCCക്ക് ഒരു സംഘടനയുണ്ട്, സാഹിത്യ സാഹിതി എന്നാണ് എൻ്റെ പേര്, KPCC സാഹിത്യ സാഹിതി. അതായത് അവരുടെ സാഹിത്യ വിഭാഗമാണ്. അതിൽ ഒരംഗമായിരുന്ന ഷഹനാസ്, അവർ എഴുത്തുകാരിയാണ്. അവർ ഇന്നലെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കാരണം ഇവൻ വൃത്തികെട്ടവനാണ്, നേരത്തെ ശ്രീ സൂചിപ്പിച്ചതുപോലെ അമ്മയുടെ പ്രായമുള്ളവരെ വരെ ഇവൻ വെറുതെ വിടുന്നവനല്ല എന്ന് ഇവർ മുൻകൂട്ടി നേരത്തെ അറിയിച്ചിരുന്നു, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ. ഇത് അവർ പിന്നെ നമ്മുടെ ഷാഫി പറമ്പലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും പറയുന്നുണ്ട്. അയാൾക്ക് വാട്സാപ്പ് വഴി മെസ്സേജും കൊടുത്തു. അപ്പോൾ പെൺകുട്ടികൾക്ക് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇവൻ വന്നാൽ ഇല്ലാതാവും. യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഈ രണ്ടുപേരും പരാതി കൊടുത്തതാണ്. പക്ഷെ അത് ചെവിക്കൊള്ളാതെ ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുകയും ചെയ്തു. എന്നിട്ട് ഇന്നലെ സംഭവിച്ചെന്താ അറിയോ? ഈ തുറന്നു പറച്ചിൽ നടത്തിയതിൻ്റെ പേരിൽ ഷഹനാസിനെ ഈ സാഹിതി വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് അവർ പുറത്താക്കി. ഇതാണ് കോൺഗ്രസിൻ്റെ നയം. അതായത് ഇരയെ പുറത്താക്കുക, വേട്ടക്കാരനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പം കോൺഗ്രസിൻ്റെ ഒരു നയമായി മാറിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കോൺഗ്രസിൽ പിടിമുറുക്കിയിരിക്കുന്ന SDPI ശക്തിയാണ്. SDPIയുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ആളാണ് ഷാഫി പറമ്പൽ. ഷാഫി പറമ്പലിൻ്റെ വലം കൈയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഇതിനകത്തൊരു പെണ്ണുപിടിയന്മാരുടെ സംഘമുണ്ട് ഈ പാർട്ടിയിൽ. ഇപ്പോൾ വളർന്നു വരുന്ന ഒരു പുതിയ തിളയ്ക്കുന്ന രക്തം എന്ന് പറയുന്നത്, ആ രക്തം വേറെ പലതരം ഉപയോഗിക്കുന്നതെന്ന് ഇപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് ഷാഫി പറമ്പിലാണ്. അപ്പോൾ പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എവിടെ? പാർട്ടിക്കുള്ളിൽ. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പാർട്ടി ഇത്രയും പ്രതിസന്ധിയിലായിട്ട് പോലും പാർട്ടിയാണോ വലുത്, രാഹുൽ മാങ്കൂട്ടമാണോ വലുതെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടമാണോ വലുത്? കോൺഗ്രസ് ഇന്ത്യയിൽ നശിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മനസ്സിലായില്ല. ഇതാണ്, വ്യക്തികൾക്കാണ് അവിടെ പ്രാധാന്യം, സംഘടനയ്ക്ക് ഒരു പ്രാധാന്യമില്ല. നമ്മൾ ഓൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെയാണ് അവർക്ക് വലുത്, സംഘടന അവർക്ക് വിഷയമല്ല. കേരളത്തിൽ വരുമ്പോൾ ഇതുപോലെ ചില ആളുകൾ ആണ് വലിയ ആളുകളായി മാറുന്നത്. അവരാണ് പിന്നെ സംഘടന നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ കോൺഗ്രസിന്റെ VD സതീശന് മുകളിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടം. അതെങ്ങനെ സാധിച്ചു? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്, SDPIയുടെ സ്വാധീനം. അതായത് മുസ്ലിം ലീഗിനെ വെറുപ്പിക്കാൻ പാടില്ല, കാര്യം അവരെ വോട്ട് വേണം. പിന്നെ SDPIയുടെ വോട്ട് അവർക്ക് വേണം. കോഴിക്കോട് കോർപ്പറേഷനിൽ പിന്നെ 37-40 വാർഡുകളിൽ SDPI പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചാണ് UDF സ്ഥാനാർത്ഥികൾ. അപ്പോൾ ഇവരുമുള്ള ബാന്ധവം രഹസ്യമല്ല. അപ്പോൾ ആ SDPIയുമായിട്ട് സജീവമായി ബന്ധപ്പെടുന്ന ആളാണ് ഷാഫി പറമ്പൽ. വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. എല്ലാ ഈ തീവ്ര മതമൗലിക സംഘടനകളെല്ലാം കോൺഗ്രസിൻ്റെ കൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ സംഘടനാ സമയം നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ കൂട്ടരാണ്. അവരുടെ കയ്യിൽ കളിപ്പാവയാണ് ഈ VD സതീശൻ എന്ന് പറയുന്ന പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അയാൾക്ക് പാർട്ടിക്കകത്ത് ഒരു റോളും ഇല്ല. KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞ ഒരാളിരിപ്പുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരാളിനെ ഈ സ്ഥാനത്ത് ഇരുത്തിയെന്ന് അറിയില്ല. KPCCയുടെ ചീഫ് എന്നാണ് പറയുന്നത്. വെറും ചീപ്പായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം മാറുന്നത്. അദ്ദേഹത്തെ പരിഗണിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കൾ. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അധികം താമസമില്ലാതെ കേരളത്തിലെ കോൺഗ്രസ് ഒരു സ്ത്രീവിരുദ്ധ രാഷ്ട്രീയ കക്ഷിയായി മാറുന്ന കാലം വിദൂരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നതിൽ കൂടി കോൺഗ്രസ് കേരളത്തിലെ പൊതുസമൂഹത്തിനുള്ള സന്ദേശം എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഞങ്ങൾക്ക് പിന്നെ രാഷ്ട്രീയത്തിൻ്റെ മറവിൽ എന്ത് തോന്നിയാസവും കാണിക്കാം, ആരെ ഉപദ്രവിക്കാം, കുട്ടികളെ ഗർഭിണിയാക്കാം, ഗർഭഛിദ്രം നടത്താം, പിന്നെ ഇങ്ങനെയുള്ള ഒരു നയത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറുക. ഇത് കേരളത്തിൻ്റെ സാമൂഹ്യ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. ഇത്തരം ആളുകൾ ഈ ജനപ്രതിയായിട്ട് സാമാജികനായി നിൽക്കുന്ന വലിയൊരു ഭീഷണിയാണ്. നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് മാനം മര്യാദ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം പോകുന്നത് എന്നുള്ളതാണ്. വളരെ വലിയ ഗതികേടാണ്. ഇതിനായി നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കേസ് കൂടെ ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ HIV പോസിറ്റീവ് രോഗികളുള്ള സ്ഥലം എറണാകുളമാണ്. അത് മാത്രമല്ല, അവിടെ ഒരു ദിവസം അവിടുത്തെ എല്ലാ ആശുപത്രിയിലും കൂടി 200-300 ഗർഭഛിദ്രങ്ങൾ നടക്കുന്നു എന്നാണ് റിപ്പോർട്ട്. എറണാകുളത്ത് മാത്രം. ഇത് പിന്നെ ഏകദേശം കണക്കാണ്, ഒരുപക്ഷെ ഇതിൽ കൂടുതലായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെന്താണ് പെണ്ണുപിടിയന്മാർ പാർട്ടി നേതാക്കൾ തന്നെ ഇങ്ങനെ വരുമ്പോൾ താഴെയുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്തൊരു, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് 18-25 വയസ്സ് ഏജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് അവർക്ക് മാനം വരെയായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം. പല പ്രലോഭനങ്ങൾ കൊടുത്ത് അവരെ പാട്ടിലാക്കി ഗർഭിണിയാക്കി പിന്നീട് എവിടെയെങ്കിലും ഗുളിക കൊടുത്ത് ഗർഭഛിദ്രം നടത്തി അവസാനം കൈയിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ റോൾ മോഡലായിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത്. കേരളത്തിലെ യുവാക്കൾക്ക് ഇയാളാണ് ഒരു മോഡലാവേണ്ടത്? ഒരിക്കലുമല്ല. അപ്പോൾ ഇത് നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന ഭീഷണി വളരെ വലുതാണ്.
ഈ കോൺഗ്രസ് പാർട്ടിക്ക് സ്ത്രീകളോട് അല്പമെങ്കിലും ബഹുമാനമുണ്ട് എങ്കിൽ ഈ വൃത്തികെട്ടവനെ എത്രയും പെട്ടെന്ന് ഈ പാർട്ടിയിൽ നിന്നും MLA സ്ഥാനത്ത് ഇയാളെ പുറത്താക്കി ഇവർ തന്നെ പിടിച്ച് പോലീസിന് കൊടുക്കേണ്ടതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇല്ല എങ്കിൽ ദീർഘകാലത്തിൽ കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്ന കർണാടകയിൽ കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയാണ് ഇയാൾ ഒളിവിൽ കഴിയുന്നതെന്നാണ് വിവരം. ആണ് തീർച്ചയായിട്ടും. കാരണം എല്ലാ സമ്മേളനവും ചെയ്തു കൊടുക്കുമല്ലോ. എങ്ങനെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞ തരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവർ എവിടെയെങ്കിലും നിൽക്കട്ടെ. പക്ഷേ അതുവരെ ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതാണ്. ഈ ഓരോ ദിവസം കഴിയും തോറും കോൺഗ്രസിന് ഇയാൾ ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതായിരിക്കും. 5-8 മാസത്തിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ പാലക്കാടിൽ മാത്രമേ ഒതുങ്ങില്ല എന്നുള്ളതാണ് വിഷയം. അത് സ്വാഭാവികമായിട്ടും കേരളത്തിലാകെ പ്രതിഫലിക്കും. ഈ രണ്ട് പാർട്ടികളും CPM നേരത്തെ തന്നെ പെണ്ണ് കേസിൽ അവർ പ്രസിദ്ധരാണ് ഇക്കാര്യത്തിൽ. കോൺഗ്രസും ഏതാണ്ട് അതേ അവസ്ഥയിലേക്കാണ് വരുന്നത്. അതിനെ ഒരു വൃത്തികെട്ടവനെ മാതൃകയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് നേതൃത്വം സീനിയർ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള സീനിയർ നേതാക്കൾക്ക് മിണ്ടാട്ടമില്ല എന്നുള്ളതാണ്. ആകെ അതിൽ ചില സ്ത്രീകളാണ് പ്രതികരിക്കുന്നത്. പക്ഷേ അവരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.